അളിയൻ ആ മാളത്തിനുള്ളിൽ നിന്ന് പുറത്തു വരുമല്ല, അപ്പൊ നമുക്ക് മുഖാമുഖം നോക്കി സംസാരിക്കാം. അതുവരെ ഈ പ്രഭ ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങളെല്ലാവരും കല്യാണത്തിന് വന്നവരല്ലേ? നിങ്ങളെല്ലാവരും സദ്യ കഴിച്ചില്ലേ? നിങ്ങൾക്ക് പായസത്തിന്റെ കൂടെ നല്ല പഴം വിളമ്പിയില്ലേ? ഈ വീട്ടിലെ മൂത്ത മരുമകനായ എന്നെ മനഃപൂർവ്വം ഹാസ്യവൽക്കരിക്കാൻ വേണ്ടി എന്റെ അളിയനിരിക്കുന്ന പഴം ഏതാണെന്ന് അറിയാമോ? നിങ്ങൾ കാണു. ഒരു നരച്ച വിക്കും ഒരു വടി ഉണ്ടാക്കി അപ്പുറത്തെ വീട്ടിലെ നാണിത്തളുടെ ഫിഗർ ചെയ്യും. അളിയൻ ഇവിടെ കിടന്നേക്കാണ്. അളിയൻ അപ്പുറത്തെ ആൾക്കാരെ അന്വേഷിക്കണം. അളിയ ഇത് ഞാൻ പറയേണ്ട ഡയലോഗ് അല്ലേ? അതെ, ഈ പറയേണ്ട ഡയലോഗാണ്. ചാടി കയറി വന്ന് മുട്ടക്കാട്ട ഡയലോഗ് പറഞ്ഞ് നീ അങ്ങനെ ലീഡ് ചെയ്യണ്ട. കേറി പിടിക്കും. എന്റെ അളിയ എത്ര പ്രാവശ്യം ഞാൻ അളിയനെ വിളിച്ച അളിയൻ ഒന്ന് വീട്ടിലേക്ക് വാ അളിയാ. ഇവിടെ അല്ല, ആണുങ്ങളാണെങ്കിൽ ഇവിടെ നോക്കി സംസാരിക്കും. അവിടെ നോക്കി സംസാരിക്കും. അതിന്റെ അകത്തൊന്നും ഇല്ലല്ലോ. ഇതാകുമ്പോ ഉച്ചയ്ക്ക് കഴിച്ച സദ്യയെങ്കിലും ഉണ്ടാവും. ആവർത്താനം പറയാ. എന്ത് ഇത് കണ്ട അളിയ? ഇതെന്താ? അയ്യേ കണ്ട, അളിയൻ തന്ന പഴത്തിന് അളിയൻ തന്റെ അയ്യേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തുമാത്രം ഫീലിംഗ് ഉണ്ടാവും. അളിയൻ എന്തിനാണ് ആൾക്കാർക്ക് പഴം കൊടുത്തത്? കഴിക്കാൻ വേണ്ടിട്ട്. എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തപ്പോ എനിക്ക് നാക്കുടിക്കാനാണ് തന്നത്. അളിയൻ ഇഷ്ടപ്പെട്ടില്ല, ഇത് ആർക്കും കൊടുത്താ പോരായിരുന്നാ? ആണാ? എന്നൊരു കാര്യം ചെയ്ത അളിയന്റെ അച്ഛനും കൊണ്ട് എന്ത് കാര്യത്തിന്? പുള്ളിക്കാരൻ അവിടെ ഫ്രീ ആയിട്ടിരിക്കല്ലേ, തയ്യാറ ഒരു റിബണും കെട്ടി ഇതിങ്ങനെ വെച്ചിട്ട് രവീന്ദ്രന്റെ ഫിഗർ ചെയ്യാൻ പറ. അങ്ങോട്ടേക്ക് വാ, അവിടെ തത്ത പിണങ്ങിയിരിക്കുക. അതിനെ കൂട്ടിലിട്ട് വളർത്തിയാ പോരാ, പഴവും പാലും കൊടുക്കണം. ആ തത്തയല്ലെന്ന്, അളിയന്റെ ഭാര്യ തത്ത. എന്റെ ഭാര്യയുടെ പേര് തത്തേന്നല്ലേ, മഞ്ജു എന്നല്ലേ? അവളെ വീട്ടിൽ വിളിക്കുന്ന ചെല്ലപ്പേരല്ലേ തത്തേന്ന്? അങ്ങനെയൊക്കെ ഉണ്ടാ? പിന്നെ അപ്പൊ അവളുടെ അനിയത്തിന്റെ പേരെന്താണ്? മൈന. അപ്പൊ അളിയന്റെ ചെല്ലപ്പേര് ഗരുഡൻ എന്നാണ്. എന്റെ ദൈവമേ, പെണ്ണുവീട് എവിടെയാണെന്ന് ചോദിച്ചാ ഈ മ്യൂസിയം കാണിച്ചു കൊടുക്കേണ്ട ഗതിയാടായല്ലോ. എന്റെ അളിയ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കരുത്, നാട്ടുകാർ കേൾക്കും. നാട്ടുകാർ അവിടെ ഇരിക്കട്ടെ. ഇന്നലെ രാത്രി എന്റെ കൂടെ കുടിക്കാനായിട്ട് അളിയന്റെ 3 കൂട്ടുകാരുണ്ടായിരുന്നില്ല. അവരെ വിളിക്ക്. അവരെ വിളിക്ക്. എന്ത് കാര്യത്തിലാണ്? അവരും എന്നെ ഇൻസൾട്ട് ചെയ്തില്ല. പിന്നെ അന്നേരത്തെ ഞാൻ അവർ അവിടെ ഇട്ട് വെട്ടേണ്ടതാണ്. പക്ഷെ ഈ കല്യാണം മുടങ്ങൂല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇന്ന് ഈ പ്രബല സ്വഭാവം അളിയാ, അളിയന് പേടിയാണെങ്കിൽ അളിയൻ കണ്ണുകൊത്തിയുണ്ടോ? വെട്ടും കുത്തും കൊലയൊന്നും ഈ പ്രഭയ്ക്ക് മുത്തിരിയല്ല. കല്യാണം നടന്ന വീടാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആണുങ്ങൾക്കുള്ളതാണ് അളിയ, ആണുങ്ങൾക്ക്. അവന്റെ പേര് പറ. അവരെ ഞാൻ ഇവിടെ ഇട്ട് പേര് വിളിച്ചു വെട്ടും. എവിടെ അപ്പൊ കൂട്ടായിട്ട് വെളുക്കുന്നവന്റെ പേര് പറഞ്ഞേ? ഷിബു. ഷിബു അടുത്തിട്ട് ആ ചുരുളമുടിക്കാരന്റെ പേര് പറ. സുരേഷ്. സുരേഷാ? എടാ സുരേഷ് എവിടെ? സുരേഷ് കൂട്ടിയിട്ട് അടുത്ത ആളുടെ പേര് പറ. ഫെഡറിക്. എടാ ആരുടെ ഫെഡറിക്. ഫെഡറിക് പേര് പറഞ്ഞ് വെട്ടളിയാ. നിന്നെ മാത്രം ഞാൻ വെറുതെ വിടുന്നു. ഈ കൂട്ടത്തിൽ നീ ഒരുത്ത മാത്രമുള്ള ഇത്തിരി മനസ്സാക്ഷി കുത്തുള്ളവൻ. അവന്റെ പേര് പറഞ്ഞ് ഫെഡറിക്. ആ പേരുള്ളവനെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്. എന്തൊക്കെ കാട്ടായാളിയായി കാട്ടിക്കൂട്ടും. അതല്ല, അത് കൊള്ളാം. എന്റെ ദേഷ്യം ഒരു മോണാക്കിലൂടെ ഇവിടെ തീർത്തപ്പോ അളിയാൻ പറയുന്നത് ഞാൻ എന്ത് കോക്കാൻ ബീച്ചാ ചെയ്യണേ? ഞാൻ കോക്കാൻ ബീച്ചാ കാണിക്കണം. ഞാൻ കോക്കാൻ ബീച്ചി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കൂലിയാ. അയ്യോ അങ്ങനെ പോലല്ലേ, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. ഇത് തമാശയാണ്. പ്രിയമുള്ളവരെ, ശുദ്ധഹാസ്യം ഭരിച്ചിട്ടില്ല, ശുദ്ധഹാസ്യം ഭരിച്ചിട്ടില്ല. ഒരളിയൻ 3 പേരെ വെട്ടി പ്രശ്നടിച്ച് നിൽക്കുമ്പോ അളിയന്റെ കോക്കാൻ ബീച്ച് കോമഡി കൈയടിക്ക്, പ്രോത്സാഹിക്ക്, ചാർജ് കയറട്ടെ. ഇളയ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പഴായിരിക്കും ഒരു സമാധാനം കിട്ടിയത്, അറിയാമോ? അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ അപ്പൊ ഇനി എന്റെ ഫണ്ട് എപ്പ തരും? എന്റെ ഫണ്ട് എപ്പ തരും? പറച്ചിൽ കേട്ടാത്തൊന്നും സ്ത്രീധന തുകയുടെ ബാക്കി കൊടുക്കാനുണ്ടെന്ന്. ബീവറേജിൽ പോയ ഓട്ടോ കാശ് 70 രൂപ, അതാണ് ഇങ്ങനെ ഫണ്ട്. അപ്പൊ എന്റെ 75 രൂപക്ക് വിലയില്ല അല്ലേ? അളിയനും അമ്മാവനും കൂടി അല്ലേ ബീവറേജിൽ പോയത്? അമ്മാവനോട് ചോദിക്കുന്നു. എന്നാ അമ്മാവൻ പറഞ്ഞേ, അമ്മാവനെ വിളിക്ക്. എന്റെ അളിയ അമ്മാവൻ പഴയ പോലല്ല, പ്രായമൊക്കെ ആയി. അമ്മാവൻ ഇപ്പൊ 2 സ്റ്റെപ്പ് നടന്നാൽ തന്നെ കിതപ്പ. കിതപ്പെന്ന് പറഞ്ഞ കിതപ്പോട് കിതപ്പ്. അതുകൊണ്ട് അമ്മാവൻ ഇപ്പൊ 2ാമത് കല്യാണം കഴിച്ചു. ഇത് ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിക്കാൻ ഇങ്ങനെ എന്തിന്റെ കിതപ്പ? പണ്ടത്തെ പോലല്ലേ, ഇത് ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് കൊടുക്കാനായിട്ടൊരു പെണ്ണിനെ വേണ്ടേ? കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കാൻ 6000 രൂപ ഹീറ്റർ മേടിച്ചു വെച്ചാൽ തീരുന്ന പ്രശ്നത്തിന് 60,000 രൂപ ലോൺ എടുത്ത് കല്യാണം കഴിച്ചേക്കോ തൈക്കളവൻ. അമ്മാവനെ വിളിക്കുക, അല്ലെങ്കിൽ അവിടെ ചെല്ല. എന്റെ അളിയ അമ്മാവൻ ഇടില്ല. അമ്മാവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിൽ പോയി മമ്മിയെ കാണണമെന്നായിരുന്നു. അതിനു വേണ്ടിയിട്ട് അമ്മായിയും കൂട്ടി അങ്ങോട്ട് പോയേക്കുമല്ലേ.
തൊട്ടടുത്ത് കുമ്പളത്തുള്ള പെറ്റ തള്ളനെ തിരിഞ്ഞു നോക്കാത്ത ചെറ്റ ആരാന്റെ അമ്മനെ കാണാൻ ഈജിപ്തിൽ പോയാക്കുന്നു. അത് എതിർപ്പും വെച്ചും കൊണ്ട് അത് കൊള്ളാല്ല. ഇത് ഞാൻ അനുവദിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല, ഇത് ഞാൻ ഇവിടെ അളിയാ ഒരെണ്ണം വന്ന് അടിക്കേ. അളിയൻ വിളിക്കുമ്പോ തന്നെ ഓടി വന്ന് കഴിക്കാൻ ഞാൻ അളിയന്റെ പട്ടിയല്ല. ഇങ്ങനെ ഇനി എന്ത് പറഞ്ഞ് ഞാൻ വിളിക്കും? മ്യൂസിക് ഡയറക്ടർ എന്റെ പട്ടിയല്ലെന്ന് പറഞ്ഞിട്ട്. പട്ടിയല്ലെന്നല്ലേ പറഞ്ഞു? ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അളിയ ഒന്ന് വീട്ടിലേക്ക് വരുവാ അളിയാ? ഇല്ല. ഞാൻ അളിയന്റെ കാല് പിടിക്കാം, കാര്യം നടക്കാൻ വേണ്ടിട്ടാ. അപ്പൊ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. ഞാനപ്പൊ കഴുത. അളിയ ഒന്ന് നോർമൽ ആയിക്കേ. ഓഹോ, അപ്പൊ ഞാൻ നോർമൽ അല്ല. അളിയന്റെ കണ്ണിൽ ഞാനൊരു ഭ്രാന്തൻ. ഞാൻ ഇനി ഒന്നും പറയണില്ല. ആ പറഞ്ഞത് കേട്ടില്ലേ? അളിയൻ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഒരു കിഴങ്ങ്. നിർത്തളിയാ. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, തർക്കുത്തരേ പറയുള്ളൂ. ഇനി സുഖിപ്പിച്ചിട്ടൊന്ന് വിളിച്ചു നോക്കിയാലാ? അളിയോ അബ്ലോ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരെന്നറിയാവാ? ആര്? എന്റെ അളിയനെ. എന്നെ? ആ, എനിക്ക് കിട്ടിയ പുണ്യം എന്താന്ന് പറഞ്ഞറിയാവോ? എന്റെ അളിയനാ. ഞാനെന്റെ ദൈവത്തെ പോലെ അളിയനെ കാണുന്നത് അറിയാവോ? അളിയ ഇത്ര സ്നേഹം എന്നോട് അളിയനുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വാക്ക് നേരത്തെ പറയണ്ടേ? ഇല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ഇത്ര കോക്കാൻ പീച്ച് കളിക്കുമായിരുന്നു. പിന്നെ എന്തായാലും എനിക്ക് സന്തോഷമായി അളിയ. ഈ കുടുംബത്ത് ഇന്നത്തെ ദിവസം ഞാൻ എനിക്കൊരു വിലയില്ല അളിയ. അത് പിന്നെ അങ്ങനെയല്ലേ അളിയ, ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടാവും. അതെ. അപ്പൊ ഈ പ്രഭ വെറും പട്ടി അല്ലേ? അപ്പൊ നിന്റെ എന്റെ ദൈവമേ, അടുത്ത എപ്പിസോഡിലുള്ള കണ്ടന്റ് ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തല്ല, ഇനി ഇങ്ങനെ ഇതേ പിടിച്ചു കയറും. ഗംഭീര സ്കിറ്റ് ആയിരുന്നു ആസ് ഓൾവേസ്. നന്നായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചിരിച്ചു. പക്ഷെ നമുക്ക് ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നതിനെക്കാട്ടിലും അവർ പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വിശ്വാസം വരും അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞേ? ശരി, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. യെസ് ആതിര, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു കോമഡി സ്കിറ്റ് ലൈവ് ആയിട്ട് കാണുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. രണ്ടുപേരും ഗംഭീരമായിട്ട് അഭിനയിച്ചു, വളരെ നന്നായിട്ടുണ്ടായി. അടിപൊളി. ചേച്ചി ആംബുലൻസ് ഓടിക്കുന്ന പോലെയായിരുന്നോ ഇവരുടെ സ്കിറ്റ്? ഭയങ്കര സ്പീഡിലായിരുന്നോ? അതിലും സ്പീഡില്ല. ഇഷ്ടമായോ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആണ്, ഒരുപാട് ചിരിക്കാനൊക്കെ പറ്റി. ഓൾറൈറ്റ്, ഓക്കെ. ശ്വേത ചേച്ചിയായിട്ട് ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇവരുടെ പെർഫോമൻസിന് നമുക്ക് ഒരു ഡൗട്ട് ഒന്നുമില്ല. രണ്ടുപേരും നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ബിജുവിന്റെ ഒരു എന്താ പറയാ എനർജി വേറെ ലെവലാണ്. ആൻഡ് എനിക്ക് എന്താ പറയാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പെർഫോം ചെയ്യായിരുന്നു. പക്ഷെ നിസ്സാര കാര്യമൊന്നും അല്ലാണ്ടായിരുന്നു. ഇത് വലിയ വലിയ കാര്യങ്ങളാണ് അവർ സംസാരിച്ചത്. നന്നായിരുന്നു. കുറെ നല്ല സാധനങ്ങളുണ്ടായിരുന്നു. എന്താ അറിയോ, ഈ ബൈചാന്റെ കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു ഒഴുക്കാണ്. ഈ മറ്റേ ഇല്ലാത്ത ആളിനെ വെട്ടിക്കൊല്ലുന്ന പരിപാടി, കുറെ അടിപൊളി സാധനങ്ങളുണ്ടായി. നമ്മൾ ഈ ചില സ്കിറ്റ് പറയുമ്പം ചിരിക്കില്ല, കളിച്ചെടുക്കുമെന്ന് പറയും. അതുപോലൊരു സ്കിറ്റായിരുന്നു. ഗംഭീരമായിരുന്നു, കുറെ ചിരിക്കും. ശരി, അപ്പൊ അളിയന്മാർ ഈ സ്കിറ്റ് എത്രത്തോളം രക്ഷിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കാം. ബാ. 28,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാ കിട്ടിയാലും ഹാപ്പി അല്ലേ? അത്രേ ഉള്ളൂ. ചേട്ടൻ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓൾ റൈറ്റ്. അപ്പൊ ശരി ചേച്ചി, 28,000 rupees ആണ് ഇവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പ്ലീസ് ഡു ദാറ്റ്. തരുന്നു. അടിപൊളി. എന്തായാലും മനോഹരമായ ഒരു സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവർക്കുള്ള എമൗണ്ടും ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്ത തവണ ശക്തമായിട്ട് തിരിച്ചു വരാം, ഞങ്ങളെ ചിരിപ്പിക്കും.